നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ട് പുറത്ത് പോയാൽ പറയും, ഓ എന്തൊരു നല്ല മേക്കപ്പ് ഇട്ടിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിക്കണത് നോക്കുമെന്ന്. ഓ ഓളൊരു കാലം, ഓളൊരു ചേല് കണ്ടില്ലേ എന്ന് പറയും. എന്താ വളരെ മോശമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഡീസൻ്റ് അല്ലാത്തൊരു രീതിയിൽ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോയി നോക്ക്. അപ്പം പറയും, അവളുടെ ഒരു കോലം കണ്ടില്ലേ, പിച്ചക്കാരെ പോലെ വന്നിരിക്കുകയാണ്, എന്താണ് അവളുടെ ഒരു വിചാരം, ഇത്രയും ആൾക്കാർ കൂടുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെയാണോ വരാമെന്ന് ചോദിക്കും. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിലോ, പൈസ ഉള്ള ഹുങ്ങാണ് എന്ന് പറയും. ഇനി പൈസ ഇല്ലെങ്കിലോ, അവളുടെ കയ്യിൽ ഒരു 10 പൈസയ്ക്ക് ഇതില്ല കേട്ടോ, അതുകൊണ്ട് അവളോട് മിണ്ടാനേ നിൽക്കണ്ട ആരും എന്ന് പറയും. ഇനി നമ്മൾ നല്ല ജോലിയുള്ള നല്ല കപ്പാസിറ്റി ഉള്ള ആളാണെങ്കിലോ പറയും, അവൾക്ക് ജോലിൻ്റെ ഹുങ്കാണെന്ന്. എന്നാൽ ജോലി ഇല്ലാത്തതാണെങ്കിലോ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ ജോലി വല്ലതൊക്കെ കിട്ടൂ എന്നതായിരിക്കും പറച്ചിൽ. ഇനി നമ്മൾ പാവപ്പെട്ടവരെ സഹായിച്ചു നോക്ക്. അപ്പം പറയും, അവളിപ്പോൾ നല്ലവളാവാനായിട്ട് സമയമാണ്, പാവപ്പെട്ടവരെ സഹായിക്കാൻ നിൽക്കണം. ഇനി നമ്മൾ ഒരാളെയും സഹായിക്കാതിരുന്ന് നോക്ക്. ഈ പൈസ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ആർക്കാണ് മരിക്കുമ്പോൾ കൊണ്ടുപോകുമോ, വല്ല പാവങ്ങൾക്കെങ്കിലും കൊടുത്തൂടെ, ഉപകാരപ്പെടൂലേ എന്ന് ചോദിക്കും. എന്നി വേണ്ട 100 കുറ്റങ്ങളായിരിക്കും. നല്ല വസ്ത്രം ഇട്ടാൽ ഇട്ടില്ലെങ്കിൽ, പൈസ ഉണ്ടെങ്കിൽ പൈസ ഇല്ലെങ്കിൽ, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ, ജോലി ഉണ്ടെങ്കിൽ ജോലി ഇല്ലെങ്കിൽ, നല്ല അന്തസ്സായിട്ട് ജീവിച്ച അന്തസ്സില്ലാതെ ജീവിച്ച, എന്നി വേണ്ട തൊട്ടതിനും തൊടാത്തതിനും എല്ലാത്തിനും കുറ്റങ്ങളായിരിക്കും. ഈ എല്ലാത്തിനും കുറ്റം പറയാനേ ആൾക്കാർക്ക് സമയം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ നല്ലത് ചെയ്താലും നല്ലത് ചെയ്തില്ലെങ്കിലും കുറ്റം പറയത്തുള്ളൂ. കുറ്റം കണ്ടെത്താനായിരിക്കും എല്ലാവർക്കും ഇൻട്രസ്റ്റ്. അതുകൊണ്ട് കുറ്റം കണ്ടെത്തുന്നവർ കണ്ടെത്തിക്കൊണ്ടേയിരിക്കട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, പിടിച്ച രീതിയിൽ അങ്ങ് ജീവിച്ചേക്കണം. അതിപ്പം മറ്റുള്ളവർ എന്ത് പറയുകയാണെങ്കിലും കുഴപ്പമില്ല, അവർ കുറ്റമേ കണ്ടെത്തും, അവർ കുറ്റമേ പറയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും, നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും നമ്മളങ്ങ് അടിച്ച് പൊളിച്ചെങ്കിൽ ആവശ്യമായിട്ട് അങ്ങ് ജീവിച്ചേക്കണം. കുറ്റങ്ങ് പറഞ്ഞേക്കട്ടെ, നെവർ മൈൻഡ്.